അന്താരാഷ്ട്ര തൊഴിലാളി ദിനത്തോടനുബന്ധിച്ച് ഖത്തറിലെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ബെനവലന്റ് ഫോറം തൊഴിലാളികൾക്കായി ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. കുറഞ്ഞ വരുമാനക്കാരായ 20 ആദ്യകാല പ്രവാസികളെ ചടങ്ങിൽ ആദരിച്ചു. രംഗ് തരംഗ് എന്ന പേരിൽ നടന്ന പരിപാടി ഇന്ത്യൻ അംബാസഡർ വിപുൽ ഉദ്ഘാടനം ചെയ്തു. ഖത്തറിലെ ഇന്ത്യൻ പ്രവാസി തൊഴിലാളികളുടെ വിവിധ ക്ഷേമ പ്രവർത്തനങ്ങൾ ലക്ഷ്യമാക്കി 1984 ആരംഭിച്ച അപ്പെക് സംഘടനയായ ICBF വിപുലമായ ആഘോഷ പരിപാടികളോടെയാണ് അന്താരാഷ്ട്ര തൊഴിലാളി ദിനം ആഘോഷിച്ചത്. മെയ് 9 വെള്ളിയാഴ്ച ഏഷ്യൻ ടൗണിൽ നടന്ന പരിപാടി ആയിരക്കണക്കിന് ഇന്ത്യൻ തൊഴിലാളികളുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായി. രാത്രി വൈകുന്നതുവരെ നീണ്ടുനിന്ന ആഘോഷ പരിപാടികൾ ഇന്ത്യൻ അംബാസഡർ വിപുൽ ഉദ്ഘാടനം ചെയ്തു. ICBF പ്രസിഡന്റ് ഷാനവാസ് ബാവ അധ്യക്ഷനായിരുന്നു. നേപ്പാൾ അംബാസഡർ രമേശ് ചന്ദ്ര പൗഥേൽ, ICBF കോർഡിനേറ്റിംഗ് ഓഫീസർ ഈഷ് സിംഗാൾ, ഖത്തർ ആഭ്യന്തര മന്ത്രാലയം കമ്മ്യൂണിറ്റി പോലീസ് ഡയറക്ടർ ഡോക്ടർ ഇബ്രാഹിം മുഹമ്മദ് റാഷിദ് അൽ സയേഹ്, തൊഴിൽ മന്ത്രാലയം പ്രതിനിധി സാലിം ദർവീഷ് അൽ മൊഹന്നദി, അന്താരാഷ്ട്ര തൊഴിലാളി സംഘടനയെ പ്രതിനിധീകരിച്ച് മാക്സ് ട്യൂണാൻ, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മിറ്റി പ്രതിനിധി ക്യാപ്റ്റൻ നാസർ മുബാറക് അൽ ദോസരി, മയക്കുമരുന്ന് പ്രതിരോധ വിഭാഗം പ്രതിനിധി അബ്ദുൽ സാലിഹ് അൽ ഷമ്മാരി തുടങ്ങിയ പ്രമുഖർ പരിപാടിയിൽ സംബന്ധിച്ചു. 30-ലേറെ വർഷം ഖത്തറിൽ സേവനമനുഷ്ഠിച്ച താഴ്ന്ന വരുമാനക്കാരായ 20 പേരെ ചടങ്ങിൽ പുരസ്കാരം നൽകി ആദരിച്ചു. ജീവിതത്തിലെ അവിസ്മരണീയ മുഹൂർത്തമാണ് ICBF സമ്മാനിച്ചതെന്ന് പുരസ്കാര ജേതാക്കൾ പ്രതികരിച്ചു. ICBFൽ അഫിലിയേറ്റ് ചെയ്ത വിവിധ സംഘടനകളും ഖത്തറിലെ ഇന്ത്യൻ സാംസ്കാരിക സംഘങ്ങളും വൈവിധ്യമാർന്ന നൃത്ത സംഗീത വിരുന്നൊരുക്കി. ജീവിതത്തിന്റെ നാനാ തുറകളിൽ നിന്ന് ഒഴുകിയെത്തിയ ആയിരക്കണക്കിന് സാധാരണക്കാരായ തൊഴിലാളികളുടെ സാന്നിധ്യം പരിപാടിയെ വേറിട്ട അനുഭവമാക്കി. ഇന്ത്യൻ കമ്മ്യൂണിറ്റി നേതാക്കളായ AP മണികണ്ഠൻ, EP അബ്ദുൾ റഹ്മാൻ, അബ്ദുൽ സത്താർ, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ വർക്കി ബോബൻ, ഉപദേശക സമിതി ചെയർമാൻ KS പ്രസാദ്, മുൻ പ്രസിഡന്റുമാരായ നിലാങ് ഷൂഡെ, PN ബാബുരാജൻ, സിയാദ് ഉസ്മാൻ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു. അൻവർ പാലേരി, 24 ദോഹ.